നമുക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് വേണ്ടത് ക്രേപ്പ് പേപ്പറാണ് മെയിനായിട്ടും. ക്രേപ്പ് പേപ്പർ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഈക്വലായിട്ട് മടക്കിയെടുക്കണം. നമുക്ക് അതിൽ നിന്ന് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും പിടിച്ചിട്ട് ഇതുപോലെ നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക, ഈക്വലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഫോൾഡ് ചെയ്ത് ഒരു 5-6 വട്ടം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഭാഗം കിട്ടും. അവിടെ നമുക്കൊരു പെറ്റൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഏകദേശം ഒരു ഓവൽ ഷേപ്പൊക്കെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഒരു പെറ്റൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്യുമ്പം ഇതൊക്കെ ജോയിൻ ചെയ്തിരിക്കും ചിലപ്പം, അതൊക്കെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് നമുക്കൊരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇത് വേണം. അതിനകത്ത് ഇത് ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ഫ്ലവർ ഷേപ്പ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ പെറ്റൽസ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഗം എടുക്കുക. ഗമ്മാണ്, അതുപോലത്തെ സ്റ്റിക്കായിട്ടുള്ള ഗമ്മായാലും മതി, അല്ലെങ്കിൽ ഫെവിക്കോളാണ് കയ്യിലുള്ളതെങ്കിൽ അതായാലും മതി കേട്ടോ. അത് ഓരോ പെറ്റൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക, ഗം കുറച്ച് തേക്കുക, അടുത്ത പെറ്റൽ എടുക്കുക, അതിനെ ഓവർലാപ്പ് ചെയ്യുന്ന പോലെ വയ്ക്കുക, അതിൻ്റെ സൈഡിൽ ഗം തേക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് നടുക്ക് ആ ഒരു ഗ്യാപ്പ് നമുക്കൊരു ഹോൾ പോലെ കാണുമല്ലോ, അത് കവറായി വരുന്ന വരെ നമുക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ഒരു അടപ്പിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കിയാലും മതി, നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് വരുന്നത് കാണാം കേട്ടോ. അതുവരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരിക. ഗം തേക്കുക, ആ ഒരു പെറ്റൽ വയ്ക്കുക, അതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ ഗം തേക്കുക, അവിടെ അടുത്ത പെറ്റൽ വയ്ക്കുക, ആ പെറ്റലിൻ്റെ ഹാഫ് പോർഷനിൽ ഗം തേക്കുക, അടുത്ത പെറ്റൽ വയ്ക്കുക. അതുപോലെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഒരു റൗണ്ട് തീർന്നു കഴിയുമ്പം അതിൻ്റെ മേലെ അടുത്ത റൗണ്ട് വയ്ക്കുക, അടുത്ത റൗണ്ട് വയ്ക്കുക, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത പെറ്റൽസ് എല്ലാം തന്നെ വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു റോസ് പോലെ നമുക്ക് കിട്ടും. അതിൻ്റെ മേലെ എന്നിട്ട് നമുക്ക് ഒരു ലീഫ് കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡിയായി. ലാസ്റ്റ് പെറ്റൽ കൂടെ എല്ലാം വെച്ച് എല്ലാ സൈഡും ഒന്ന് ഗമ്മൊക്കെ ഇതാക്കി ഒന്ന് തിരിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയതായിട്ട് കേട്ടോ. മുകളിൽ ഫുള്ളൊന്ന് ഗമ്മൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. ലീഫിന് ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ തന്നെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് നമുക്ക് വേണ്ട ഫ്ലവറിൻ്റെ സൈസിനനുസരിച്ചുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അത് ഇതിൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനും നമ്മൾ ഗം വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഗം ഇതിന് ആ റൗണ്ട് ഷേപ്പിന് ചുറ്റും ഗം ഒന്ന് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ലീഫ്, നമുക്ക് വേണ്ട ഒരു സൈസിലുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ ഒരു അറേഞ്ച് ചെയ്തില്ലായിരുന്നു ആ ഒരു റൗണ്ട് ഒരു അടപ്പ് പോലത്തത്, അതിൻ്റെ മേലേക്ക് അതൊന്ന് ഊരിയെടുത്താൽ മതി, നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു ഫ്ലവറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ക്രേപ്പ് പേപ്പറിന് പകരം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചും ഈ ഫ്ലവർ ചെയ്തെടുക്കാവുന്നതാണ്. ടിഷ്യൂ പേപ്പറിന് ജസ്റ്റ് കളർ കൊടുത്താൽ മതി. നമുക്ക് ഇതേപോലെ